ഗൈസ്, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ +1ലേക്ക് നിങ്ങളൊരു സ്ട്രീം ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വെറുതെ അങ്ങ് ചൂസ് ചെയ്യല്ലേ. അത് ആ ഒരു സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഭാവിയിൽ ഒരു പ്രയോജനം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എല്ലാവരും എടുക്കുക. കാരണം +1 +2 കഴിഞ്ഞ് അത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അധികവും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ജോലിക്ക് നോക്കുക അല്ലേ. അപ്പോൾ ഒരു കോഴ്സ് നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രീം ചൂസ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ് ലാഭം, എത്രത്തോളം ജോലി സാധ്യതകളാണ് ഞാൻ എടുക്കുന്ന കോഴ്സ് എനിക്ക് വേണ്ടി തുറന്നു തരുന്നതെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളൊരു സ്ട്രീം ചൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ കൊമേഴ്സ് എടുക്കുന്ന സമയത്തും ഇതേപോലെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവും കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എനിക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന്. അപ്പോൾ അതിന് റിസൾട്ടായിട്ട് നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാവുക അധികം പ്രൈവറ്റ് സെക്ടേഴ്സിലെ ജോബുകളായിരിക്കും. അപ്പോൾ എല്ലാവരും പറയും നിങ്ങൾക്ക് അക്കൗണ്ടൻ്റ് ആവാം, നിങ്ങൾക്കിപ്പോൾ മാനേജർ ആകാം, മാനേജർ പോസ്റ്റിലേക്കൊക്കെ പോകാം, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു കമ്പനി CEO അങ്ങനെയൊക്കെ പല രീതിയിലുള്ള നല്ല നല്ല വലിയ ഹൈ പ്രൊഫൈലുള്ള ജോബുകളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് അധികവും എന്താണ് പ്രൈവറ്റ് സെക്ടേഴ്സിലായിരിക്കും ആ ജോബ് ഉണ്ടാവുക അല്ലേ. പക്ഷെ എന്നാലും പലരും ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോബുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് ഭയങ്കര കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ജോബിന് എന്തുകൊണ്ടാണ് എല്ലാവരും ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കാര്യം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്യൂരിറ്റിയാണ് അല്ലേ. ഇപ്പം നമുക്ക് പ്രൈവറ്റ് സെക്ടേഴ്സിലാകുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ചുറ്റും കോമ്പറ്റീഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മളൊരു കോമ്പറ്റീഷൻ ഒരു മൈൻഡ് കീപ്പ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ ഗവൺമെൻറ് ജോബ് ആകുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഒരിക്കലും ആ ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ജോബ് അവിടെ സെക്യൂർഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് വരെ നമുക്കൊരു ഇൻകം കിട്ടും അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഒക്കെ നോക്കിയിട്ടാണ് പലരും ഗവൺമെൻറ് ജോബുകൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പോൾ കൊമേഴ്സ് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയ ഗവൺമെൻറ് ജോബ്സിനെ കുറിച്ചിട്ടൊന്നും അധികം നിങ്ങൾക്ക് ആരും അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ചില ഗവൺമെൻറ് ജോബ് എടുത്തു കഴിഞ്ഞാൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ജോബുകളുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൊമേഴ്സ് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഗവൺമെൻറ് ജോബുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. വളരെ കുറച്ച് മിനിറ്റ് വീഡിയോ ഉണ്ടാവുള്ളൂ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങാം അല്ലേ. നമ്മുടെ കേരള ഗവൺമെൻറ് നമ്മുടെ സ്റ്റേറ്റ് നമുക്ക് തരുന്ന ഗവൺമെൻറ് ജോബുകൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ PSC ആണ് നമ്മുടെ കേരള എക്സാംസ് അല്ല കേരള ഗവൺമെൻറ് എക്സാംസ് ഒക്കെ നടത്തുന്നത്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് ഇത്രയൊക്കെ മിസ് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് തന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഓഡിറ്റ് അസിസ്റ്റൻ്റ് ആയിട്ടും അക്കൗണ്ട്സ് ഓഫീസറായിട്ടും കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസേഴ്സായിട്ടും പിന്നെ അതുപോലെ തന്നെ ക്ലർക്ക് അല്ലേ. ഇപ്പോൾ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്ലർക്കിൻ്റെ പല ജോബ് പൊസിഷൻസിലേക്കൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ കേരള PSCൻ്റെ പല എക്സാംസിലേക്കും അല്ലേ മോസ്റ്റ് ഓഫ് എക്സാംസിലേക്ക് നിങ്ങൾക്ക് പലർക്കും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചിലർക്ക് ഉണ്ടാവും ഇനിയൊരു പോസ്റ്റിലേക്കാണ് പോകേണ്ടതെന്നാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്രൈറ്റീരിയാസ് നോക്കിയാൽ മതി. ഓക്കെ, ഇതാണ് കേരള ഗവൺമെൻറ് നൽകുന്ന നമുക്കൊരു കുറച്ച് ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയണേ. ഇനിയിപ്പോൾ സെൻട്രൽ ലെവലിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ അവിടെയുണ്ട് നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് CGL എക്സാം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ലെവലാണ്. അത് ഡിഗ്രിക്ക് ശേഷം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമാണ്. അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് SSCൻ്റെ അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നാണ് SSCൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ടോപ്പ് പൊസിഷൻസിലേക്ക് വേണ്ട എക്സാംസ് നടത്തുന്ന CGL എക്സാമാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള എക്സാംസിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സാലറി കിട്ടുന്ന ജോബിലേക്ക് തന്നെയായിരിക്കും നിങ്ങൾ പോവുക. ഉദാഹരണത്തിന് ഇപ്പോൾ IB ഇൻ്റലിജൻസ് ബ്യൂറോ ഓഫീസറായിട്ട് പോവാം, CBI ഓഫീസറായിട്ട് പോവാം, നാർക്കോട്ടിക്സിലേക്ക് പോവാം, ഇൻകം ടാക്സ് ഓഫീസേഴ്സിലേക്കും GST ഓഫീസറിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാരാകുമ്പോൾ നോക്കി ഇൻകം ടാക്സും GST ഒക്കെ നമുക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ എക്സാംസ് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇപ്പോൾ നിങ്ങളുടെ ഹയർ സെക്കൻഡറി +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സാംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലറിക്കൽ ജോബുകൾ ഇപ്പോൾ അസിസ്റ്റൻ്റ് ആയിട്ട് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക്. അപ്പോൾ ഇതിനേക്കാളും ഇപ്പോൾ CGLനേക്കാളും കുറച്ച് താഴെയുള്ള റാങ്കിലുള്ള പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് വേണേൽ നിങ്ങൾക്ക് എഴുതാം ഡാറ്റ എൻട്രി ജോബ്. അതൊക്കെ വെറും +2 മതി കേട്ടോ. +2 ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് CPO എന്ന് പറയുന്നത് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഡിഗ്രിക്ക് ശേഷം എഴുതേണ്ട എക്സാമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഡൽഹി പോലീസിലേക്കൊക്കെ ഡയറക്റ്റ് SA ആയിട്ടാണ് കയറുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ളൊരു എക്സാമാണ് ഈ CPO എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ UPSC പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇതിൽ വേറെ എക്സാംസ് ഉണ്ട്. ഇപ്പോൾ MTS എന്നൊക്കെ പറഞ്ഞ എക്സാംസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ
SI റാങ്കിലേക്കല്ല, ഇപ്പോൾ ഒരു കോൺസ്റ്റബിൾ ഒക്കെയാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ GD എന്ന് പറഞ്ഞിട്ടുള്ള എക്സാംസും ഉണ്ട്. അതിലൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൽ. ഇപ്പോൾ MTS എക്സാം എഴുതാനാണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് മതി. പിന്നെ അടുത്തതാണ് UPSC എക്സാംസ് അല്ലേ. UPSC എക്സാംസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും മൈൻഡിൽ ആദ്യം എത്തുന്ന UPSC എന്ന് പറയുമ്പോൾ IAS ഓഫീസർ, IPS ഓഫീസേഴ്സ് മാത്രമായിട്ടാണ് അല്ലേ. പക്ഷെ അതല്ല, നമ്മൾ കൊമേഴ്സുകാർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള വേറെയും കുറേ റാങ്കുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പൊസിഷൻസ് ഉണ്ട്, ഡെസിഗ്നേഷൻസ് ഉണ്ട് UPSC എക്സാംസിൽ. അതൊന്നും പലരും അറിയില്ല. ആദ്യം തന്നെ നമ്മൾ IAS IPSന്റെ മുകളിൽ മാത്രമാണ് നിൽക്കുക. ഇപ്പോൾ കൊമേഴ്സ് ഉണ്ടെങ്കിൽ അവിടെയും ഇൻകം ടാക്സ് ഉണ്ട്. അതായത് ഇന്ത്യൻ റവന്യൂ സർവീസ് IRSലേക്കൊക്കെ നിങ്ങൾക്ക് എക്സാം എഴുതി കയറാം. അപ്പോൾ SSCയിലും ഇൻകം ടാക്സ് ഉണ്ട്, ഇവിടെയും ഇൻകം ടാക്സ് ഉണ്ട്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ UPSC വഴി കയറുന്ന ഇൻകം ടാക്സിലേക്കാണെങ്കിൽ അവിടുത്തെ കമ്മീഷണർ പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾ കയറുക. അതായത് ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്കായിരിക്കും കയറുക. ഇപ്പോൾ SSC ആകുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള പോസ്റ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇൻകം ടാക്സ് ഓഫീസറായിട്ട്. പക്ഷേ ഇവിടെ ഒരു കമ്മീഷണർ ലെവലിലുള്ള പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് UPSC എക്സാം എഴുതി കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തുണ്ട്, കസ്റ്റംസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സുകളുണ്ട്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഉണ്ട്, ഇന്ത്യൻ സിവിൽ അക്കൗണ്ട്സ് സർവീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്, ഒരു ജോബും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളെ ലൈഫ് അവിടെ സെറ്റിൽ ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അധികം അങ്ങ് അറിയപ്പെടാതെ പോകുന്നതാണ്. ഇപ്പോൾ പലർക്കും IAS IPS എന്നുള്ളൊരു മൈൻഡിലേക്കാണ് UPSCനെ കാണുക അല്ലേ. പക്ഷെ അത്രത്തോളം റാങ്ക് ഒന്നും വേണ്ടി വരില്ല ചിലപ്പോൾ ഇതൊക്കെ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതിൻ്റെ ക്രൈറ്റീരിയാസ് കൂടുതൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് കയറണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടുതൽ ക്രൈറ്റീരിയാസ് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചെറിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഗവൺമെൻറ് ജോലികളെന്ന് പറയുന്നത്. ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ അത്ര ഈസി അല്ല കിട്ടുക എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷനാണ് അല്ലേ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇതിന് വേണ്ടി പ്രിപ്പറേഷൻസ് നടത്തുന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈസി അല്ല. ഒരുപാട് പേര് എഴുതുന്നതുകൊണ്ട് തന്നെ അവർ ഫിൽട്രേഷൻ നടത്തുമ്പോൾ, അതായത് ഒരുപാട് പേര് എഴുതുമ്പോൾ അത് വളരെ കുറച്ച് ആൾക്കാർക്കല്ലേ നമുക്ക് ജോലി എടുക്കാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് തന്നെ അവർ എക്സാംസ് ഒക്കെ ഭയങ്കര ടഫാക്കും. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഗവൺമെൻറ് ജോബ് കിട്ടണമെന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. എന്നുവെച്ചാൽ കോച്ചിങ്ങിന് പോകണമെന്നല്ല, നിങ്ങൾക്ക് പേപ്പർ വായിക്കാം, നിങ്ങളുടെ വൊക്കാബുലറി ഒക്കെ കൂടുതലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് പേപ്പർ വായിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ജനറൽ നോളജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനത്തെ ന്യൂസ് ചാനലുകൾ കാണുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുക, ഇതൊക്കെ ജനറൽ നോളജും ഭയങ്കര ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യമല്ലേ. പിന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ കോഴ്സിന് ശേഷം അല്ലെങ്കിൽ കോഴ്സിനോടൊപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലേ. കാരണം ഒരുപാട് പേരെ കൂടിയാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താവണം, അത്രത്തോളം നിങ്ങൾ കൊണ്ട് നടക്കണം അല്ലെങ്കിൽ കൊണ്ടുപോകണം മുന്നോട്ടേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ കിട്ടാവുന്നുള്ളൂ അല്ലേ. നമ്മൾ ഒരു കാര്യം സാധിച്ചെടുക്കുന്നത് വരെ നമുക്കത് ഇമ്പോസിബിളായി തോന്നും. പക്ഷെ സാധിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓക്കെ ഇത് പോസിബിളാണ്, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ പലരും ഇപ്പോൾ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അവരൊക്കെ അതിനെക്കൊണ്ട് പറ്റും എന്ന് ഒന്ന് തീരുമാനിച്ച് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ നോക്കുക, മുന്നോട്ടേക്ക് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിരിക്കുക, എന്നിട്ട് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, സെറ്റല്ലേ. അപ്പോൾ ഇനി ഇത് വീഡിയോ കുറച്ച് ഇൻഫോർമേറ്റീവ് ആണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻസിൽ പറയുക. ഇപ്പോൾ എത്ര പേര് ഗവൺമെൻറ് ജോലിക്കാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻസിൽ പറയാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിന് വേണ്ട പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ വഴിയോ ഇങ്ങനെ മിസ് പറഞ്ഞ പോലെ പേപ്പറൊക്കെ വായിച്ചിട്ട് ഇപ്പോഴേ തുടങ്ങിക്കോ, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ നമുക്ക് ബാച്ച് ക്ലാസ്സിൽ കാണാം. ഇനി അതല്ല, ഇതുവരെ ബാച്ചിലൊന്നും ജോയിൻ ചെയ്യാതെ ഇപ്പോഴും +1 അല്ലേ +2 അല്ലേ എന്നുള്ള മൈൻഡിൽ നിൽക്കാതെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ പഠിത്തവും കാര്യങ്ങളും തുടങ്ങുക. നമ്മുടെ സ്ട്രിപ്പോടെ പോകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. ഹാപ്പി ലേണിംഗ്.